ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു പഴയ ബാത്റൂം പൊളിച്ച് മാറ്റിയതിന് ശേഷം മിക്സഡ് ടൈപ്പ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ മാറ്റിയതിന് ശേഷം പുതിയ രീതിയിൽ എങ്ങനെ റീസ്റ്റോർ ചെയ്യാം, അതിൻ്റെ ഡീറ്റെയിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഹാഫ് പെഡസ്റ്റൽ വിത്ത് സിംഗിൾ പീസായിട്ട് വരുന്ന വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നു. അവിടെ ഓൾറെഡി വാഷ് ബേസിൻ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല ഏരിയ ഉള്ള ബാത്റൂമാണ് ഇത്. നമ്മൾ കൊടുത്തിരിക്കുന്നത് പുഷ് ബട്ടൺ ടൈപ്പ് ക്ലോസറ്റാണ് കൊടുത്തിരിക്കുന്നത്, അതായത് നല്ല ഫോഴ്സ് കിട്ടുന്ന രീതിയിലുള്ള. പിന്നെ അതുപോലെ തന്നെ ഡൈവേർട്ടർ സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ഡൈവേർട്ടറിൻ്റെ സിസ്റ്റം വിത്ത് ഹാൻഡ് ഷവറാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ചുകൂടി മോഡേണായ രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇതിൽ ഓൾറെഡി ഉണ്ടായിരുന്നത് യൂറോപ്യൻ ക്ലോസറ്റ്, അതുപോലെ തന്നെ മിക്സഡ് ടാപ്പ്, അങ്ങനത്തെ രീതിയിലുള്ളതായിരുന്നു. ഇതെല്ലാം മാറിയതിന് ശേഷം മോഡേൺ ലെവലിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഇത് ഹാഫ് പെഡസ്റ്റൽ വിത്ത് ബേസിന് കൂടി വരുന്ന സിസ്റ്റമാണ്. 34 ഇഞ്ചാണ് ഇതിൻ്റെ ടോപ്പ് ഹൈറ്റ് വരുന്നത്. ടോപ്പ് ഹൈറ്റ് 34 ഇഞ്ച് വരുന്ന രീതിയിലാണ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. 20 ഇഞ്ചിൻ്റെ വാഷ് ബേസിനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മിറർ കൊടുത്തിട്ടുണ്ട്, സൈഡിലായിട്ട് ബ്രഷ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഹുക്ക്, അതായത് ടവൽ റോഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ടവൽ റോഡ് ലെഫ്റ്റ് സൈഡിൽ, അതിൻ്റെ റൈറ്റ് സൈഡിൽ മാറി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന പുഷ് ബട്ടൺ ടൈപ്പ് ക്ലോസറ്റാണ് കൊടുത്തിരിക്കുന്നത്. പുഷ് ബട്ടൺ ടൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ടാങ്കിൽ നിന്നും ഡയറക്റ്റായിട്ടാണ് പൈപ്പ് വരുന്നത്. അത് പുഷ് ബട്ടൺ ആയതുകൊണ്ട് കണ്ട ഒറ്റ പുഷ് ബട്ടൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഫോഴ്സിലായിരിക്കും വെള്ളം വരുന്നത്. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് തന്നെ, നമുക്ക് സാധാരണ കണ്ടുവരുന്ന സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാത്റൂം യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒറ്റ പ്രാവശ്യം തന്നെ ഫ്ലഷ് ചെയ്താൽ തന്നെ പ്രശ്നങ്ങളുള്ളതാണ്. അത് വീണ്ടും വീണ്ടും ഫ്ലഷ് ചെയ്യേണ്ട അവസ്ഥ. ഇത് പുഷ് ബട്ടൺ ആയതുകൊണ്ട് ടാങ്കിൽ നിന്നും ഡയറക്റ്റാണ് പൈപ്പ് വരുന്നത്. പൈപ്പ് വന്നതിന് ശേഷം 1.5 ഇഞ്ച് പൈപ്പാണ് വരുന്നത്. 1.5 ഇഞ്ച് പൈപ്പ് വന്നതിന് ശേഷം അത്രയും വെള്ളം സ്റ്റോർ ചെയ്ത് വരുന്നതുകൊണ്ട് ഹൈ ഫോഴ്സ് ആയിട്ടാണ്, ഒറ്റ പ്രാവശ്യം പുഷ് ചെയ്താൽ മാത്രം മതി. പുഷ് ബട്ടന് കുറച്ച് ദോഷങ്ങളുമുണ്ട്, ഗുണങ്ങളുമുണ്ട്. അതെന്തൊക്കെയാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കമൻറ്റിലൂടെ അറിയിച്ച് നമുക്ക് അടുത്തൊരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ അടുത്ത നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്ത് മാറിയായിട്ടാണ്, കുറച്ച് സ്ഥലം മാറി വന്നതിന് ശേഷം ഒരു ഡൈവേർട്ടർ സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. അതായത് ചൂടുവെള്ളവും പച്ചവെള്ളവും മിക്സ് ചെയ്ത് ഒറ്റ ഔട്ട്ലെറ്റ്, അതുപോലെ തന്നെ ഷവർ, റെയിൻ ഷവറാണ് കൊടുത്തിരിക്കുന്നത്. ജാഗ്വറിൻ്റെ തന്നെ ഏകദേശം 10,000 വില വരുന്ന ജാഗ്വറിൻ്റെ ഷവറാണ് കൊടുത്തിരിക്കുന്നത്. ഡൈവേർട്ടർ സിസ്റ്റം, സ്പൗട്ട് സിസ്റ്റം. ഈ സ്പൗട്ടിൽ തന്നെയാണ് നമ്മൾ ഹാൻഡ് ഷവർ കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് ഷവർ നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഹാൻഡ് ഷവർ നമ്മൾ സ്പൗട്ടിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സെപ്പറേറ്റ് നമ്മൾ വേറെ വെട്ടി വയ്ക്കേണ്ട കാര്യമില്ല. ഓൾറെഡി സ്പൗട്ടിൽ തന്നെ അതിനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്, ഹാൻഡ് ഷവർ സിസ്റ്റം വരുന്നുണ്ട്. അപ്പോൾ ഹാൻഡ് ഷവർ നമുക്ക് സ്പൗട്ടിൽ തന്നെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി നീറ്റായിട്ട് ബാത്റൂം കുറച്ചുകൂടി നീറ്റായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൈപ്പും കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഹീറ്റർ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ പച്ചവെള്ളവും ലെഫ്റ്റ് സൈഡിൽ ചൂടുവെള്ളമായിട്ടാണ് വരുന്നത്. മിക്സ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.